നമസ്കാരം. ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് AI ടൂൾ വെച്ച് 10 മിനിറ്റ് കൊണ്ട് ടാലിയിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെ എൻട്രി ഇടാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സലിൽ കിട്ടുക എന്നുള്ളതാണ്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടതായ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഡേറ്റ് ഉണ്ട്, നരേഷന് പകരം നമ്മൾ പർട്ടിക്കുലേഴ്സ് കാണിക്കുന്നു, ചെക്ക് നമ്പറും കാണിക്കുന്നു, വിഡ്രോവൽസ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. നമുക്ക് ലെഡ്ജർ നെയിം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് ഈ പർട്ടിക്കുലർ കോളം എടുക്കുക. അതിനുശേഷം ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ പോയിട്ട് ഏറ്റവും വിശദീകരിച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സോർട്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം സിമിലർ നരേഷണൽ ഐറ്റംസ് അടുത്തടുത്ത് വരുന്നതായിട്ട് കാണും. നമ്മളിവിടെ ലെഡ്ജർ നെയിം എന്ന് പറഞ്ഞൊരു കോളം ആഡ് ചെയ്യുക. അതിനുശേഷം ഈ നരേഷൻ നോക്കിയിട്ട് നമുക്ക് മോസ്റ്റ് ഓഫ് ദി കേസും ഏത് ലെഡ്ജറിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ഇതൊരു ഇൻട്രസ്റ്റ് ആണ്, ഇതൊരു ഓവർ ഡ്രാഫ്റ്റ് ലെഡ്ജറാണ്, അല്ലെങ്കിൽ അക്കൗണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് ബാങ്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ ടാലിയിൽ ഏത് ലെഡ്ജറിലാണോ ഇട്ട് ആ സെയിം ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ടാലി ഓപ്പൺ ആക്കിയിട്ട് ടാലിയിലെ ലെഡ്ജറിൽ നിന്നാണ് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ലെഡ്ജറിൽ ഈ പറയുന്ന ഡാറ്റ ഓട്ടോമാറ്റിക്കലി എൻട്രി ആവും. അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ എല്ലാ ഡാറ്റയും അവൈലബിൾ ആയതിനു ശേഷം നമ്മൾ ഈ ഡാറ്റ ഒരു ടാലിയുടെ ഒരു ടെംപ്ലേറ്റിലേക്ക് നമ്മൾ കോപ്പി ചെയ്യണം. ഇതാണ് ടാലിയുടെ ഒരു ടെംപ്ലേറ്റ്. അതിൽ നമുക്ക് എന്ത് വേണം? ഡേറ്റ് വേണം. ഏതാണോ ലെഡ്ജറിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു, അത് കറക്റ്റ് ചെയ്തു. അല്ലാത്തതെല്ലാം SP ഏത് അക്കൗണ്ടാണോ അതിൻ്റെ സസ്പെൻസ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുക. നരേഷനായിട്ട് നമ്മുടെ പർട്ടിക്കുലേഴ്സ് കാണിക്കുന്നു, വിഡ്രോവൽ എമൗണ്ട് കാണിക്കുന്നു, ഡിപ്പോസിറ്റ്സ് കാണിക്കുന്നു. ഇനി ബാങ്കിൻ്റെ ലെഡ്ജറിൻ്റെ പേര് വേണം. അത് ഏതാണോ നമ്മൾ ടാലിയിൽ കൊടുത്തേക്കുന്ന സെയിം പേര് കാണിക്കുന്നു. വൗച്ചർ ടൈപ്പ് റെസീറ്റ്, ഡിപ്പോസിറ്റ് റെസീറ്റ് ആയിട്ട്, വിഡ്രോവൽ പേയ്മെൻറ്റ് ആയിട്ടും, ക്യാഷ് കോൺട്രാ എൻട്രി ആയിട്ട് നമ്മൾ കാണിക്കുന്നു. നമ്മൾ ഈ എക്സൽ സേവ് ചെയ്യുന്നു. ഫൈനൽ സ്റ്റെപ്പ്, നമ്മൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടാലിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടാലിയിൽ നമ്മൾ ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണും. അത് സെലക്ട് ചെയ്യുക. നമ്മൾ എവിടെയാണോ നമ്മുടെ ടെംപ്ലേറ്റ് കോപ്പി ചെയ്തേക്കുന്നത് അത് കോപ്പി ചെയ്യുക. അതിൻ്റെ പേര് സെലക്ട് ചെയ്യുക, പാത്ത് സെലക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കേവലം നിസ്സാരം 5-6 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ എൻ്റയർ ട്രാൻസാക്ഷൻസ് ടാലിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തേക്കുന്നതാണ് എൻട്രി ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഡാറ്റ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ വി ആർ ഡൺ. ജസ്റ്റ് ഗോ ആൻഡ് സീ ദാറ്റ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന എൻട്രീസ്. ഏകദേശം 400 എൻട്രീസ് 2 മിനിറ്റ് കൊണ്ട് ഒരു എക്സലിൽ നിന്ന് ടാലിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ടെക്നോളജി നമ്മുടെ ടൈം എത്രയോ ഫാസ്റ്റ് ആക്കിയെന്നൊന്ന് ആലോചിച്ചുവെങ്കിൽ നമ്മൾ അതിനോട് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. അതായത് 10,000 എൻട്രീസ് ടാലിയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഴ്ചകളോളം എടുക്കുന്നത് കേവലം മണിക്കൂറുകളായിട്ട് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാവുന്നൊരവസ്ഥയായി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 2A എന്ന് വേണമെങ്കിൽ എൻ്റയർ പർച്ചേസ് രജിസ്റ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ല നമുക്ക് സെയിൽസ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ എക്സലുമായിട്ട് നമുക്ക് എൻ്റയർ സെയിൽസ് രജിസ്റ്റർ ടാലിയിൽ ഇതുപോലെ സിമ്പിളായിട്ട് പോസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഇൻവെൻട്രി വെച്ച് വേണേലും ഇൻവെൻട്രി ഇല്ലാതെയും ചെയ്യാം. ബൾക്കായിട്ടുള്ള എക്സ്പെൻസുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ടൂളുകൾ വെച്ച്. അപ്പം ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു വെബിനാർ ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 7 ഏരിയയിലൊരു ടാക്സ് ഓഫീസിൽ നമ്മുടെ ഡേ ടു ഡേ ടാസ്കുകൾ എങ്ങനെ ഓട്ടോമേഷൻ ചെയ്യാമെന്നാണ് ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് യു ക്യാൻ ചെക്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. Thank you for watching.